ഹലോ നമസ്കാരം. നമ്മൾ ഇന്നൊരു സോഡിയാക് ബേസ്ഡ് റീഡിംഗ് ആണ് ചെയ്തത്. ഇന്നത്തെ റീഡിങ്ങിന്റെ സൈൻ എന്ന് പറയുന്നത് വിർഗോ സോഡിയാക് സൈൻ ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ സൺ സൈൻ വിർഗോ ആണ്. നിങ്ങൾക്ക് ഒരു പ്രണയബന്ധം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഇവിടെ നമ്മൾ നിങ്ങളുടെ പ്രണയബന്ധത്തിന്റെ എനർജി ചെക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രണയബന്ധത്തിന്റെ ഒരു ഓവറോൾ എനർജി ഇപ്പോൾ എന്താണെന്ന് നോക്കുന്നു. ഓക്കെ, ഇപ്പോൾ വിർഗോ പ്ലേസ്മെന്റ്സ് ഉള്ള കളക്റ്റീവ്സിന്റെ പ്രണയബന്ധത്തിന്റെ കറണ്ട് എനർജി എന്താണ്? Clarify the King of Pentacles. Thank you. Clarify the Page of Pentacles. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് വളരെ സ്റ്റേബിളും സെക്യൂർ ആയിട്ട് പോകുന്നതായി കാണുന്നു. പാർട്ട്നേഴ്സ്, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയിൽ വളരെയധികം ഒരു വിശ്വാസ്യത ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് ഓൾറെഡി അത് എത്തിക്കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ്, മാരേജിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡിസ്കഷൻ നിങ്ങളുടെ ഇടയിൽ തുടങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനോ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു വളരെ നല്ലൊരു സമയമാണെന്ന് കാണുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി ഉണ്ട്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ അടുത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അതിന്റെയും ഒരു എന്താ പറയണ്ടേ എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പൊതുവെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വളരെ ഹാപ്പിയാണ്, നിങ്ങൾ രണ്ടുപേരും വളരെ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ ഹാപ്പിയാണ്. നിങ്ങൾ രണ്ടുപേരിലും തന്നെ ഫോക്കസ് ചെയ്ത് വളരെയധികം ഈ റിലേഷൻഷിപ്പിലും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അണ്ടർലൈൻ എനർജി സ്ട്രെങ്ത് കാർഡാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നു ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, വളരെ എക്സൈറ്റിംഗ് ആണ്. നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു പ്ലസന്റ് എനർജിയാണ് നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കിട്ടുന്നത്. നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഈ റിലേഷൻഷിപ്പിലുള്ള കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. ഇപ്പൊ വിർഗോ പ്ലേസ്മെന്റ്സിന്റെ, വിർഗോ കളക്റ്റീവ്സിന്റെ പാർട്ട്ണറിന്റെ കറണ്ട് എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പില്? Clarify the Ten of Pentacles. Clarify the Two of Pentacles. Ace of Swords. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളുടെ എന്താ പറയണ്ടേ പാർട്ട്ണറിന് നിങ്ങളുമായിട്ടാണ് ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ്, അതായത് നിങ്ങളുമായിട്ട് ഒരു ഫാമിലി, ഒരു മാരേജ്, അതൊക്കെ വേണം എന്നൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. അവരങ്ങനെ ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ചിലപ്പോൾ അവർ കൺവേ ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു റിയലൈസേഷൻ അവിടെ വന്നിട്ടുണ്ട്, നിങ്ങളാണ് അവരുടെ ലോങ് ടേം പാർട്ട്ണർ എന്നുള്ളത്. ഓക്കെ, ആ ഒരു ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് രണ്ടുപേരും ഒരുമിച്ച് തരണം ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ റീസെന്റ് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ ഓവർകം ചെയ്തിരിക്കുന്ന, ഒരു വലിയ പ്രശ്നമായിരിക്കാം, പക്ഷെ അതിനെ ഓവർകം ചെയ്തിരിക്കുന്ന ഒരു ടൈം ആണെന്ന് കാണുന്നു. അപ്പൊ അവിടെ നിങ്ങളോട് പറയുന്നത് ഇതാണ്, അതായത് നിങ്ങളുടെ പാർട്ട്ണർ ആ ഒരു ചാലഞ്ചും കൂടെ ഓവർകം ചെയ്തതിന് ശേഷം അവര് മനസ്സിലാക്കുകയാണ് നിങ്ങളാണ് അവരുടെ റൈറ്റ് ചോയ്സ്. ഓക്കെ, ആസ് എ പാർട്ട്ണർ അവരുടെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങളാണ്. ഓക്കെ, ആ ഒരു ഡിസിഷൻ അവർ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. അതിന് വേണ്ടുന്ന ഒരു ക്ലാരിറ്റി അവർക്ക് ലഭിച്ചതായിട്ട് നമുക്ക് കാണുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. വിർഗോ കളക്റ്റീവ്സിന്റെ എനർജി എന്താണ് ഈ റിലേഷൻഷിപ്പിലെ? വിർഗോ കളക്റ്റീവ്സിന്റെ എനർജി. Clarify the King of Cups. Clarify the Ten of Wands. Clarify the Ten of Wands. ഓക്കെ, അപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ ഒരു കടമ്പ കഴിഞ്ഞ് നിൽക്കാന്ന് കാണുന്നുണ്ട്. നമുക്ക് ഫൂൾ കാർഡാണ്, നിങ്ങളും റെഡിയാണ് എന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ, അതായത് ഇത് ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് ആകുമ്പോൾ ശരിയാവോ, എന്താ പറയണ്ടേ, ഈ റിലേഷൻഷിപ്പ് ഒരു
ഒരു ചാലഞ്ച് നിങ്ങളുടെ ഇവിടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പ്രശ്നം, ചിലപ്പോൾ ഒരു ടെസ്റ്റ് ആയിരിക്കും. യൂണിവേഴ്സ് നിങ്ങളെ രണ്ടുപേരെയും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നം വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതിലൂടെ യൂണിവേഴ്സ് നിങ്ങൾ ഡെഫിനറ്റ്ലി ടെസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നു. പക്ഷെ അത് അവസാനിച്ചു. നിങ്ങൾ ഒരുമിച്ചാണ് ഫേസ് ചെയ്തത്. നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞതായിട്ട് കാണുന്നു. അതിലൂടെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിരിക്കും. ഇതാണ് എൻ്റെ ലോങ് ടേം റിലേഷൻഷിപ്പ്. ഈ പാർട്ട്ണറാണ് എൻ്റെ ലോങ് ടേം പാർട്ട്ണർ എന്നുള്ളൊരു റിയലൈസേഷൻ നിങ്ങൾക്കും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ വളരെ ഓക്കെ ആണ് എന്ന് കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇമോഷണലി അവൈലബിൾ ആയിട്ട് കാണുന്നു. ഈ ഒരു പ്രോഗ്രസ്, അപ്പൊ റിലേഷൻഷിപ്പ് ഇപ്പൊ പെട്ടെന്നാണ് ഈ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്കൊക്കെ ഒരു പ്രോഗ്രസ് കാണുന്നത്. ചിലപ്പോൾ അതിന്റെ ഞാൻ ഈ പറഞ്ഞ പോലെ അതിന്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, ആ ഒരു വെഡിങ് പ്രിപ്പറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ ആ ഒരു പ്രോഗ്രസ് കുറച്ച് സ്പീഡിലാണ്, പക്ഷെ നിങ്ങൾ അതിൽ വളരെ എക്സൈറ്റഡ് ആണ്, നിങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം നിങ്ങൾ അതിന് കംപ്ലീറ്റ്ലി റെഡിയാണ്. ആ ഒരു ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്തതോടെ, നിങ്ങൾ ഒരുമിച്ച് ഫേസ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വന്നതോടുകൂടെ നിങ്ങൾക്ക് അതിൽ 100% ഷുവറായി ഇതാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നുള്ളത്. ഓക്കെ, അതിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. നിങ്ങളതിൽ എന്താ പറയുക, നിങ്ങളത് കംപ്ലീറ്റ്ലി ആ ഒരു റിയലൈസേഷനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങളതിൽ വളരെ ഹാപ്പിയാണ്. ഈ ഒരു ഈ റിലേഷൻഷിപ്പ് ഇപ്പൊ എങ്ങനെയാണോ പ്രോഗ്രസ് ചെയ്യുന്നത് അതിലും നിങ്ങൾ വളരെ വളരെ എക്സൈറ്റഡ് ആണ്, സാറ്റിസ്ഫൈഡ് ആണ്. ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഫുൾ കാർഡ് എനർജി, അതായത് നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തിട്ടാണ്, കംപ്ലീറ്റ്ലി പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുകയാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്തു കഴിഞ്ഞു. ഇതൊരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതിൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾ ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുകയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും അത് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. ഈ റിലേഷൻഷിപ്പ് ഒരു മാരേജ്, ഓക്കെ, ഒരു മാരേജിലൂടെ ഇതെങ്ങനെയാകും എന്നതിനെ സംബന്ധിച്ച് അറിയാനായിട്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് അതൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഈ ഒരു ചാലഞ്ച് വന്നതോടുകൂടെ നിങ്ങൾക്ക് ഉറപ്പായി ഇവരാണ് നിങ്ങളുടെ ലൈഫ് ടൈം പാർട്ട്ണർ. ഓക്കെ, ആ ഒരു ഉറപ്പ്, നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ കിട്ടി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുകയാണ് ഈ റിലേഷൻഷിപ്പിനെ ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത് വഴി. ഓക്കെ, ഇനി ഈ ഒരു കറണ്ട് എനർജി ബേസ് ചെയ്തുകൊണ്ട് ഒരു വർഷത്തിന് ശേഷമുള്ള ഈ റിലേഷൻഷിപ്പിന്റെ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ മാറ്റങ്ങൾ ഒരു വർഷത്തിന് ശേഷം ഈ റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ക്ലാരിഫൈ ദ 6 of Pentacles. നിങ്ങൾക്ക് വിർഗോ പ്ലേസ്മെന്റ് ഉണ്ട്. നിങ്ങളുടെ പാർട്ട്ണറിനും ഒരു എർത്ത് എനർജി ഉള്ളതായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ പ്ലേസ്മെന്റ് അവർക്കും ഉണ്ടാകാം കേട്ടോ. സൺ, മൂൺ, റൈസിംഗ് ആയിട്ട്. ഓക്കെ, വളരെ ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് എല്ലാ നെഗറ്റീവ് എനർജീസും ഒക്കെ പോയി, എല്ലാ ഹീലിംഗും നടന്ന് വളരെ ഹെൽത്തി ആയിട്ട് ഈ റിലേഷൻഷിപ്പ് മാറുകയാണ്. ഓക്കെ, ഒരു ഹെൽത്തി ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള എന്തെങ്കിലും ഒരു ടോക്സിക് ആയിട്ട് നെഗറ്റീവ് ആയിട്ടോ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു എനർജി ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾ രണ്ടുപേരും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഈ റിലേഷൻഷിപ്പ് കൂടുതൽ ഹെൽത്തി ആകുന്നു. ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ആയിട്ട് കംപ്ലീറ്റ്ലി മാറുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെയധികം ഒരു റൊമാൻറ്റിക് എനർജി നിങ്ങളുടെ ഇടയിൽ, രണ്ടുപേരുടെ ഇടയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വർഷത്തിന് ശേഷം. ഓക്കെ, അപ്പൊ ഈ കണക്ഷൻ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആകുന്നുണ്ട്. പിന്നെ ആ ഒരു ഡിവൈൻ അലൈൻമെന്റ് നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്പിരിച്വൽ യൂണിയൻ എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പം ആ ഒരു ഡിവൈൻ അലൈൻമെന്റ്, എനർജറ്റിക്കൽ അലൈൻമെന്റ്, നിങ്ങൾ ആ ഒരു ഈക്വൽ പാർട്ട്ണർ, എല്ലാ തരത്തിലും പരസ്പരം ഒരു ഈക്വൽ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആയിട്ട് നിങ്ങൾ മാറുന്നു. അത് നിങ്ങൾക്ക് തന്നെ റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. ഓക്കെ, എല്ലാ ലെവലിലും നിങ്ങളൊരു ഈക്വൽ പാർട്ട്നേഴ്സ് ആയിട്ട് മാറുകയാണ്. ആ ഒരു എനർജി കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ചില ഗുഡ് ന്യൂസ് എനർജീസും നമുക്ക് ഇവിടെ അഗെയിൻ കാണുന്നുണ്ട്. ഒരു പേജ് ഓഫ് കപ്സിന്റെ ഇതില് നല്ല നല്ല കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, സെലിബ്രേഷൻസ് ഒക്കെ സംഭവിക്കുന്നതായിട്ട്. അപ്പൊ നിങ്ങളുടെ വിവാഹം നടക്കാൻ, ഇപ്പൊ വിവാഹം ഓൾറെഡി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ ആ വിവാഹം നടക്കാനൊരു സാധ്യത കാണുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിന് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിന് ശേഷം ഒരു എൻഗേജ്മെന്റ് നടക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആകുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു എന്താ പറയുക, കുഞ്ഞുണ്ടാകുന്നതായിട്ട്, അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഫാമിലി ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ആ ഒരു നെഗറ്റീവ് ടോക്സിക് എനർജിയിൽ നിന്ന് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും കംപ്ലീറ്റ്ലി ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വർഷത്തിന് ശേഷം. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടുംപൊടി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയാണ്. വളരെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്കാണ് ഇത് പോകുന്നത്. ഓക്കെ, കാര്യമായ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ
ആ ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾ പരസ്പരം ഒരു സ്പിരിച്വൽ അലൈൻമെന്റ്, എനർജറ്റിക്കൽ അലൈൻമെന്റ് സംഭവിക്കുന്നുണ്ട്. ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത് എന്ന് നോക്കാം. നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്സ്, ഒരുപാട് നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കും കാഴ്ചപ്പാടുകളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ റിലേഷൻഷിപ്പിലൂടെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. ആ മാറ്റങ്ങളെയൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. ഓക്കെ, ഓരോ മാറ്റങ്ങളും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കും നല്ലതിനാണെന്ന് മനസ്സിലാക്കുക. പിന്നെ വളരെ ക്ഷമയോടെ വേണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലായിരിക്കാൻ. ഇത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനും, അതായത് ഇപ്പോൾ ഒന്നുമല്ല, എന്നേക്കും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ, നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ എപ്പോഴും ഒരു ക്ഷമ ഉണ്ടായിരിക്കണം. ഓക്കെ, പരസ്പരം കേൾക്കുന്നതിനും പരസ്പരം ആ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നതിലും ആ ഒരു വളരെ ക്ഷമയോടെ ഒരു സ്നേഹത്തോടെ വേണം നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്ന് കാണുന്നു. പിന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സയൻസ്, ഓക്കെ, നിങ്ങൾക്ക് ഓരോ കാര്യത്തിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സംബന്ധിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചിട്ടായിരിക്കാം, നിങ്ങൾക്ക് ഓരോ ഇന്ററാക്ഷൻസിലൂടെ നിങ്ങൾക്ക് ഓരോ സയൻസ് യൂണിവേഴ്സ് തരുന്നതാണ്. ചില സമയങ്ങളിൽ ചില വ്യക്തികളെ അകറ്റി നിർത്തേണ്ടതാണെങ്കിൽ അതിന് കൃത്യമായി നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ്, ആ ഒരു സിഗ്നൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അവരെ അകറ്റി നിർത്തണം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക, നിങ്ങൾ അറിയേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവർക്ക് എന്തെങ്കിലും മനസ്സിലൊരു ടെൻഷൻ ഉണ്ട്, അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു സൈൻ യൂണിവേഴ്സ് തരുന്നതാണ്. അപ്പൊ യൂണിവേഴ്സിന്റെ ഒരു ഇന്റർഫിയറൻസ് ത്രൂ ഔട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന സയൻസും സിൻക്രണിസിറ്റീസും നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക, അതിനെ ഒബ്സർവ് ചെയ്യുക, അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാൻ പറയുന്നു. ഓക്കെ, നിങ്ങളുടെ ആ ഗട്ട് ഫീലിങ്ങിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒബ്സർവ് ചെയ്യുന്നുണ്ടോ, ഓക്കെ, നിങ്ങളുടെ ആസ് എ പാർട്ട്ണർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എത്രത്തോളം ഒബ്സർവ് ചെയ്യുന്നു, അത്രത്തോളം ഈ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളോട് പറയുന്നത്, രണ്ടുപേരോടും പറയുന്നത്, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യാം. അല്ലാതെ ഭാവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വേവലാതിപ്പെട്ട് ആയിരിക്കരുത് ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും. മാത്രമല്ല പ്രസന്റ് മൊമെന്റിലാകുക, മാക്സിമം പ്രസന്റ് മൊമെന്റിൽ എൻജോയ് ചെയ്ത് സന്തോഷം കണ്ടെത്തി, സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് കൊണ്ട് തരുന്നതാണ്. അത് കൃത്യമായി കണ്ടെത്തി സന്തോഷിക്കുക, ആനന്ദിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, അതാണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ച് കൂട്ടിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ റിയാക്ട് ചെയ്യാനായിട്ട് പാടില്ല. ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയിൽ ഉണ്ടാവണം. മറ്റൊരാൾ പറഞ്ഞത് കേട്ടിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. അത് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച്, നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് ചോദിക്കുക, ഞാൻ ഇങ്ങനെ കേട്ടല്ലോ, അത് സത്യമാണോ, അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ. ഓക്കെ, വളരെ ഓപ്പൺ ആയിട്ട്, അതവിടെ ഒരു ഡ്രമാറ്റിക് ആയിട്ട് വഴക്കോ കാര്യങ്ങളൊന്നും വേണ്ട, സമാധാനമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. നിങ്ങളുടെ ഇടയിൽ ഓപ്പൺ ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ആര് ഇതിന്റെ ഇടയിൽ കയറി കളിക്കാൻ ശ്രമിച്ചാലും അവർ വിജയിക്കില്ല. ഓക്കെ, അതിനൊരു സാധ്യത കാണുന്നുണ്ട്, അതാണ് ഈ പറയണേ. അപ്പോൾ നിങ്ങൾ അതൊന്ന് കരുതിയിരിക്കുക. ആരെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ പാർട്ട്ണറോട് ചോദിക്കുക. അല്ലാണ്ട് അത് വിശ്വസിച്ച് കണ്ണടച്ച് വിശ്വസിച്ച് അതിന്റെ മേലെ പിന്നെ നിങ്ങൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറാൻ നിൽക്കരുത്. ഓക്കെ, അത് നിങ്ങളോട് എടുത്തു പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അൺഹെൽത്തി ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ബിഹേവിയർ പാറ്റേൺ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. ഈ ഒരു വർഷത്തിനുള്ളിൽ ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ടോക്സിക് ട്രയറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാസ്റ്റ് വൂണ്ട് ട്രിഗർ ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങളോട് ഹീൽ ആകാൻ പറയുന്നു. ഈ ഒരു സമയം നിങ്ങൾ അതിനാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹീലിംഗ് അത് നിങ്ങൾ വിചാരിച്ചാൽ കുറച്ച് ചാലഞ്ചിങ് ആണ്. ഈ ഹീലിംഗ് ടൈം എന്ന് പറയുന്നത് കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. ആ ഒരു ഉള്ളില് ചാലഞ്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊന്നും കാണില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിലാണ് കുറെ ടെൻഷൻസ് കാര്യങ്ങൾ, പിന്നെ ഈ കുറെ നെഗറ്റീവ് ഇമോഷൻസിന്റെ പ്രൊജക്ഷൻ ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾ കുറച്ച് റെസ്റ്റ്ലെസ് ആകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോ അത് നിങ്ങൾക്ക് സംഭവിക്കാം, നിങ്ങളുടെ പാർട്ട്ണറിന് സംഭവിക്കും. ഞാൻ പിന്നെ നിങ്ങൾക്ക് റീഡ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളോട് എടുത്തു പറയുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ പുറത്ത് റിയാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ അത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഹീൽ ചെയ്യേണ്ടതാണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്യുക, അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കി എടുക്കുക വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്പേർട്ടിനോട് സംസാരിക്കണമെങ്കിൽ ആവാം. അപ്പൊ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, എവിടെയാണ് ഹീലിംഗ് വേണ്ടത് എന്ന് മനസ്സിലാക്കിച്ച് തരാനായിട്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ
ആ ഒരു വ്യക്തിയും എന്താ പറയുക, നിങ്ങളത് കൃത്യമായി ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ട്രിഗറിങ് മൊമെന്റ്സും വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ഉള്ള ആൻഷ്യസ് തോട്ട്സ്, അതിനൊക്കെ ഉള്ള കാരണങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ ഹീൽ ആകേണ്ടതാണെന്ന് കാണുന്നു. കാരണം കുറച്ചൊരു അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺ അല്ലെങ്കിൽ എന്തോ ഒരു വൂൺസ്, ട്രോമാസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കുള്ളിൽ. അത് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റും. നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മതി, വേറെ ആരും വേണ്ടതില്ല. നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മതി, നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ അത് ചെയ്യേണ്ടതാണെന്ന് പറയുന്നു. ഓക്കെ. അതുപോലെ ഈ റിലേഷൻഷിപ്പിനെ നിങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ. വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഒരു തേർഡ് പേഴ്സണോട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ആരോടൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ച് കെയർഫുൾ ആകണം എന്നും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ചന്ദ്രകല ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.